ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ധാരണയിലായിരുന്നു അയാൾ. കുറ്റമാണ് താൻ ചെയ്തത് എന്ന് മറന്നു തുടങ്ങിയ നാളുകളിൽ ഒന്നിൽ നിയമം പക്ഷേ അയാളെ തേടി വന്നു. പിന്നെ ചുരുൾ നിവർന്നത് നാടിനെ നടുക്കിയ, ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത പൈശാചികമായൊരു കുറ്റകൃത്യത്തിന്റെ കഥയായിരുന്നു. അമ്മയാണെന്നോർത്തില്ല. ലോകത്തിലെ ഏറ്റവും നീചനായ മനുഷ്യനും അല്പമടങ്ങുന്ന, സ്നേഹം കൊണ്ട് വിധേയമാകുന്ന ഇടമാണ് അമ്മ. എന്നിട്ടും മുക്കത്തെ നടുക്കിയ, കേരളത്തെ ആകെ ഞെട്ടിച്ച ആ പരമ്പരക്കൊലയുടെ കഥയാണ് ഇന്ന് കുറ്റവും ശിക്ഷയും പരിശോധിക്കുന്നത്. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുരൂഹമായ സാഹചര്യങ്ങളിൽ കണ്ടെത്തിയ ചാക്കുകെട്ടുകൾ വാർത്തകളിൽ ഇടം പിടിച്ച ദിവസങ്ങൾ. അത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങളായിരുന്നു. പല ദിവസങ്ങൾ, പല രീതികൾ, പല ഭാഗങ്ങൾ. ജൂൺ 28 ചാലിയം ബീച്ച്. അവിടെ കടൽ തീരത്ത് വന്നവരാണ് ആ വിവരം പോലീസിനെ അറിയിച്ചത്. അവിടെ നിന്ന് ഒരു കൈ കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ ഇടത് കൈയുടെ ഭാഗം. ജൂൺ 30 ചാലിയം ബീച്ച്. കൈഭാഗം കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. വീണ്ടും അവിടെ ചില വസ്തുക്കൾ. അത് രണ്ടാമത്തെ കൈഭാഗമായിരുന്നു, വലത് കൈ. 2017 ജൂലൈ 6 ചാലിയം ബീച്ചിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ ദൂരമുള്ള കാരശ്ശേരിയിലെ ഒരു മാലിന്യ നിക്ഷേപം. അവിടെ അറവ് മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് വീണ്ടും മൃതദേഹ ഭാഗം ലഭിച്ചു. ഇത്തവണ ലഭിച്ചത് മനുഷ്യന്റെ അബ്ഡോമൻ, അതായത് വയറു ഭാഗമാണ്. 2017 ജൂലൈ 6 അന്ന് തന്നെ കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനെല്ലൂർ എസ്റ്റേറ്റ് ഗേറ്റിലെ തടപ്പറമ്പ് റോഡിനടുത്തുള്ള കോഴിക്കട മാലിന്യ കൂമ്പാരത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഉടലും കാലുകളും ലഭിച്ചു. ഓഗസ്റ്റ് 13 ചാലിയത്ത് നിന്ന് മനുഷ്യന്റെ സ്കൾ, അതായത് തലയോട്ടി കണ്ടെത്തി. അതീവ ഗൗരവം, നിഗൂഢം. പോലീസ് പാഞ്ഞു നടന്നു. ജില്ലാ പോലീസ് മേധാവി വിശദമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി. ആദ്യം നോക്കിയത് ഇതെല്ലാം ഒരാളുടേതാണോ എന്നായിരുന്നു. തലയോട്ടിയാണ് അവസാനം കണ്ടെത്തിയത്. അത് ഓഗസ്റ്റ് 13 പോലീസ് അവിടെ നിന്നും അധികം മുന്നോട്ടു പോകാനാകാതെ കുഴങ്ങി. അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ചിതറിയ നിലയിലാണ് ലഭിച്ചത്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനു ശേഷവും മരിച്ചയാളെ തിരിച്ചറിയാൻ പ്രാദേശിക പോലീസിന് കഴിഞ്ഞില്ല. മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പരിശോധിച്ച് അവ ഒരാളുടേതാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള സാങ്കേതിക പ്രതിസന്ധിയായിരുന്നു കടമ്പകളിലൊന്ന്. പഴക്കമുള്ള മൃതദേഹത്തിൽ നിന്നും വിരലടയാളം ശേഖരിക്കാനും DNA പരിശോധന നടത്താനും അത്ര എളുപ്പമായിരുന്നില്ല. പ്രാദേശിക പോലീസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ആവശ്യമുയർന്നു. കർമ്മസമിതി സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി. 2017 ഒക്ടോബർ 4
സമ്മർദ്ദം, ഹൈടെക് അന്വേഷണം, വൈദഗ്ധ്യമുള്ള ശാസ്ത്രീയ സഹായം, നിരവധി സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. കേസ് ഏറ്റെടുത്ത പുതിയ ടീം ആദ്യം തന്നെ ഉറപ്പിച്ചത് ശരീരഭാഗങ്ങൾ ഒരാളുടേതാണോ എന്നാണ്. DNA പരിശോധനയായിരുന്നു അതിനുള്ള ആദ്യ വഴി. കണ്ടെത്തിയ ഭാഗങ്ങൾ ഒരാളുടേതാണെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചു. എന്നാൽ അപ്പോഴും അതാര്, ആരുടെ മൃതദേഹമാണ് കിട്ടിയത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആരാണ് ആ ഒരാൾ? പ്രദേശത്തെ മിസ്സിംഗ് കേസുകളുടെ ഫയലുകളിലേക്ക് ആഴത്തിലുള്ള അന്വേഷണവുമായി ഒരു ടീം സജീവമായി. മറ്റൊരു ടീം തിരഞ്ഞത് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ രേഖകളാണ്. അതിനായി വിരലടയാളം കൂടി വേണം. പക്ഷേ പഴക്കമേറിയ മൃതദേഹത്തിലെ വിരലടയാളം ആകെ മാഞ്ഞു തുടങ്ങിയിരുന്നു. ക്രൈംബ്രാഞ്ചിന് ലഭിച്ച അടയാളങ്ങൾ ഹൈ ഡെഫിനിഷൻ ബ്ലോ അപ്പിലേക്ക് മാറ്റി. ലഭിച്ച ഫിംഗർ പ്രിന്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഫയലുകളുമായി ഒത്തുനോക്കി. ഒരാളെ കിട്ടി. ഇതേ സമയം പ്രദേശത്തെ മിസ്സിംഗ് കേസുകളുടെ ഫയലുകൾ തേടിപ്പോയ ടീം ഒരു ലിസ്റ്റുമായി വന്നു. ഈ ലിസ്റ്റിൽ അയാളുണ്ടോ? ഫിംഗർ പ്രിന്റ് ഒത്തുനോക്കി കിട്ടിയ അയാൾ. യെസ്, അയാളുണ്ട്. ഇനി ഉറപ്പിച്ചാൽ മതി. പ്രാഥമിക നിഗമനമെത്തി. അത് വണ്ടൂരിലുള്ള ഒരു ഇസ്മായിലിൻ്റെതാണ്. പേര് പി. ഇസ്മായിൽ. വയസ്സ് 2017, 47 വയസ്സ്. സ്വദേശം വണ്ടൂർ, ജില്ല മലപ്പുറം. സ്ഥിരമായ ഒരു ജോലിയൊന്നും ഇസ്മായിലിനുണ്ടായിരുന്നില്ല. മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. വിരലടയാളവും വ്യക്തിവിവരങ്ങളും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെത്തിയത് അങ്ങനെയാണ്. ജോലികൾ അയാൾ മാറി മാറി ചെയ്തിരുന്നു. ഒടുവിൽ മലപ്പുറം മോങ്ങത്തെ ഒരു വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു. 25,000 രൂപ പ്രതിമാസം ശമ്പളവും ഉണ്ടായിരുന്നു. എന്നാൽ അത് മതിയാവില്ലെന്ന് പറഞ്ഞ ഇയാൾ അവിടെ നിന്നും പിണങ്ങിയിറങ്ങി. ഇനി ചോദ്യം ഇതാണ്: ആരുണ്ട് അയാൾക്ക് ബന്ധുക്കൾ? DNA പരിശോധന ഉറപ്പായും വേണം. അപ്പോൾ ഒരു ബന്ധു വേണം. ഒടുവിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇസ്മായിലിന്റെ അമ്മയെ കണ്ടെത്തി. ഇസ്മായിലിന്റെ മൃതദേഹ ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA പ്രൊഫൈലും അമ്മയുടെ DNA പ്രൊഫൈലും തമ്മിൽ താരതമ്യം ചെയ്തു. ശാസ്ത്രീയമായി പലതവണ ഒത്തുനോക്കി. ഈ മൃതദേഹം ഇസ്മായിലിൻ്റെതാണ്. റിപ്പോർട്ടുകളെത്തി. ശാസ്ത്രീയമായി 99.9% ഉറപ്പ്. ഇസ്മായിലിനെ ആരാണ് കൊന്നത്? കൊന്ന് കഷണങ്ങളാക്കി ചാക്കിൽ കെട്ടി ഇത്രയും ക്രൂരമായ വിധത്തിൽ കൈകാര്യം ചെയ്തത് ആരാണ്? അത്ര വൈരാഗ്യമുണ്ടാവാനുള്ള ശത്രുക്കളുണ്ടോ ഇസ്മായിലിന്? ഇസ്മായിലിന് മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആദ്യം ഇയാളുടെ ക്രിമിനൽ പ്രൊഫൈൽ തയ്യാറാക്കി. കുറ്റകൃത്യങ്ങളിലെ കൂട്ടുകാർ, മുൻ കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തുടങ്ങി അയൽക്കാരും ബന്ധുക്കളും വരെ ആ മാപ്പിലെത്തി. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അമ്മ, ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചറിയാൻ പോലീസിന് മുന്നിൽ ചിലരുണ്ട്. പിന്നെ നിരന്തരമായ ചോദ്യം ചെയ്യലായിരുന്നു. ഇസ്മായിലിന്റെ യാത്രകൾ, ജോലികൾ, സുഹൃത്തുക്കൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇസ്മായിലിന്റെ പശ്ചാത്തലം പരിശോധിച്ചു. ആ പരിശോധനയിൽ അയാൾ 4 തവണ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഇസ്മായിലിനെ കാണാതായിട്ടും ഇവരിൽ ഒരാൾ പോലും പരാതി നൽകിയിരുന്നില്ല.
പോലീസ് 4 ഭാര്യമാരെയും ചോദ്യം ചെയ്തിരുന്നു. ഇസ്മായിൽ ജയിലിലായിരിക്കുമെന്നാണ് കരുതിയതെന്ന് ഭാര്യമാരിൽ ഒരാൾ പോലീസിന് മൊഴി നൽകി. ചോദ്യം ചെയ്യലിനിടെ ഇസ്മായിലിന്റെ ഒരു സുഹൃത്താണ് ആ നിർണായക വിവരം നൽകിയത്. ഇസ്മായിൽ ഒരു കൊലപാതക കൊട്ടേഷൻ ഏറ്റെടുത്തതായി പറഞ്ഞിരുന്നു. അത് ചെയ്തോ പറഞ്ഞത് സത്യമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ കൊട്ടേഷന്റെ ഭാഗമായി 2 ലക്ഷം രൂപ അച്ചായൻ തരാനുണ്ട് എന്ന കാര്യം അയാൾ സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചിരുന്നു. ഇസ്മായിൽ അച്ചായൻ എന്ന് വിളിക്കുന്ന വ്യക്തി ആരായിരിക്കും? അയാളെ കണ്ടെത്താനായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ പിന്നീടുള്ള പ്രധാന ശ്രമം. അച്ചായൻ എന്ന വിളി ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിലാണ് സാധാരണയുള്ളത്. മൂത്തയാളെയോ ചേട്ടനെയോ അങ്ങനെ സ്ഥാനം വരുന്ന വ്യക്തികളെയും വിളിക്കും. അപ്പോൾ ഇസ്മയിൽ അച്ചായൻ എന്ന് വിളിക്കുന്ന ആരോ ഒരാൾ, അയാളാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഇസ്മായിൽ ഒരു അച്ചായനെ കാണാൻ ഇടയ്ക്ക് പോകുന്നത് മുക്കത്തേക്കാണ്. ആ വിവരം നിർണായകമായിരുന്നു. ഇസ്മായിലിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിച്ച അച്ചായൻ എന്ന പേര് ഇപ്പോൾ വീണ്ടും വരുന്നു. മുക്കത്തുണ്ട് ആ അച്ചായൻ. മുക്കം പ്രദേശത്തെ ഇസ്മായിലിന്റെ സുഹൃത്തുക്കളെയൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു. കൂട്ടത്തിൽ ഒരാൾ ബിർജു. അയാളെക്കുറിച്ച് പോലീസിനൊരു ലീഡ് കിട്ടി. ഇസ്മായിലും ബിർജുവും തമ്മിൽ സൗഹൃദവും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. പക്ഷേ ബിർജു ഇപ്പോൾ നാട്ടിലില്ല. അയാൾ കുടുംബത്തോടെ നാട് വിട്ട് മറ്റെവിടേക്കോ പോയിരിക്കുന്നു. ഇസ്മായിലിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ അതേ സമയത്തു തന്നെ സുഹൃത്തുക്കളിൽ ഒരാളായ ബിർജു നാടുവിട്ടത് അത്ര സ്വാഭാവികമല്ല. ക്രൈംബ്രാഞ്ചിന് സംശയം കൂടി. പക്ഷേ ആ അച്ചായൻ എന്നയാൾ ഇയാളാവാൻ തരമില്ല. ബിർജു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളല്ല. പക്ഷേ വളരെ യാദൃശ്ചികമായാണ് ബിർജു തന്നെയാണ് അച്ചായൻ എന്ന സത്യം പോലീസ് അറിയുന്നത്. അയാൾക്ക് അങ്ങനെ ഒരു വെളിപ്പേരുണ്ട്. അയാളുടെ ഭാര്യ അയാളെ സ്നേഹത്തോടെ അച്ചായൻ എന്ന് വിളിച്ചിരുന്നു. അത് കേട്ട് ചില സുഹൃത്തുക്കളും അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പിന്നെ സമയം കളഞ്ഞില്ല. ബിർജു എന്ന അച്ചായനെ പൊക്കണം. ബിർജു, വയസ്സ് 53, മണാശ്ശേരി, മുക്കം വെസ്റ്റ്. തമിഴ്നാട്ടിൽ എവിടെയോ ആണ് അപ്പോൾ ബിർജു. നാട്ടുകാർക്ക് അത്ര വ്യക്തമല്ല. ബിർജുവിന്റെ അമ്മ ആത്മഹത്യ ചെയ്തിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്ന ആളാണ്. 500-ലധികം ഏക്കർ സ്ഥലമുണ്ടായിരുന്നു ബിർജുവിന്റെ മുത്തച്ഛന്. ഭാഗം വെച്ച് കിട്ടിയ സ്വത്തൊക്കെ വിറ്റ് പേരക്കുട്ടി ബിർജു ധൂർത്തടിച്ചു. പിതാവ് ബാസു സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ആദിയിൽ ആത്മഹത്യ ചെയ്തു. പിതാവ് മരിച്ചതോടെ ബിർജുവിന്റെ ജീവിതം കൂടുതൽ കുത്തഴിഞ്ഞു. നിർബന്ധത്തിന് വഴങ്ങി അമ്മ എല്ലാം മകൻ എഴുതിക്കൊടുത്തു. ഒടുവിൽ അമ്മയും ആത്മഹത്യ ചെയ്തതോടെ ബിർജു നാടുവിട്ടു പോകാൻ തീരുമാനിച്ചു. കേട്ട കഥകളിൽ ചില ഭാഗങ്ങൾ അങ്ങോട്ട് ശരിയാകുന്നില്ല. ക്രൈംബ്രാഞ്ച് അവരുടെ അന്വേഷണ കണ്ണുകൾ നീട്ടി. 2016-ലാണ് ബിർജുവിന്റെ അമ്മ ജയവല്ലിയെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇതിനിടയിൽ ഇസ്മായിലും ബിർജുവും തമ്മിൽ എന്തായിരുന്നു ഇടപാട്? ഒരു കൊലപാതക കൊട്ടേഷൻ എന്തായിരുന്നു? ആരെയാണ് കൊന്നത്? ഉത്തരം കിട്ടാൻ ഇനി ബിർജുവിനെ തന്നെ കിട്ടണം. 2020 ജനുവരി. ബിർജു തമിഴ്നാട്ടിലെ നീലഗിരിയിലാണെന്ന ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു. സിനിമാ സ്റ്റൈലിൽ ജോർജ് കുട്ടി എന്ന കള്ളപ്പേരിൽ ഒളിവിൽ താമസിക്കുകയാണ് അയാൾ. അന്വേഷണ സംഘം അവിടെ എത്തി ബിർജുവിനെ പിടികൂടി.
ജനുവരി 16 ബിർജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നെ നടന്ന ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ ബിർജുവിനായില്ല. അയാൾ എല്ലാം സമ്മതിച്ചു. കുറ്റസമ്മതത്തിൽ ഇക്കുറി ഞെട്ടിയത് ക്രൈംബ്രാഞ്ചാണ്. കാരണം കൊലപാതകം ചെയ്തത് താനാണ് എന്ന് ബിർജു സമ്മതിച്ചു. പക്ഷേ കൊലപാതകം ഒന്നല്ല, രണ്ടായിരുന്നു. 2 കൊലപാതകം. ഒരു കൊലപാതകം അന്വേഷിച്ചെത്തിയ തങ്ങൾക്ക് ലഭിച്ചത് 2 കൊലപാതകങ്ങളുടെ ഉത്തരമാണ്. ഒന്ന് ഇസ്മായിൽ. പക്ഷെ ബിർജു കൊന്നുതള്ളിയ മറ്റേയാളാരാണ്? അതറിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചും കേരളവും ഒരുപോലെ ഞെട്ടി. ഇസ്മയിലിനെ കൊന്ന് കഷണങ്ങളാക്കിയതിന്റെ കഥ പറയാൻ ബിർജുവിന് മറ്റേ കൊലപാതകത്തിന്റെ കഥ കൂടി പറയണമായിരുന്നു. ഒന്നിനോട് ഇഴപിരിക്കാനാകാത്ത 2 കൊലപാതകങ്ങൾ. അയാൾക്കറിയാമായിരുന്നു പിടികൂടിയാൽ ഒന്നല്ല 2നും താൻ ഉത്തരം പറയേണ്ടി വരുമെന്ന്. ബിർജുവിന്റെ ധൂർത്തിന്റെ കഥയുണ്ടല്ലോ. ക്രൈംബ്രാഞ്ച് കേട്ട് പകുതിയാക്കിയ ബിർജുവിന്റെ ഭൂതകാലം പകുതിയിൽ നിർത്തിയ ആ കഥയുടെ തുടർച്ച ഇങ്ങനെയാണ്. മകന്റെ വാക്കുകേട്ട് ഭൂമിയും സ്വത്തും എല്ലാം എഴുതിക്കൊടുത്തു ആ അമ്മ. ഇതിനിടെ ബിർജു ഒരു കല്യാണവും കഴിച്ചു. നേഴ്സായി ജോലി ചെയ്യുന്ന ആളായിരുന്നു ബിർജുവിന്റെ ഭാര്യ. വിവാഹത്തോടെ ഇരുവരും അമ്മയുടെ അടുത്തു നിന്നും മാറി താമസിച്ചു. അമ്മ ജയവല്ലി ഒരു 10 സെന്റും വീടും എന്ന നിലയിലേക്ക് അപ്പോഴേക്കും ചുരുങ്ങിയിരുന്നു. ബാക്കിയെല്ലാം നഷ്ടമായി കഴിഞ്ഞിരുന്നു. 73 വയസ്സായ ആ വയോധിക തനിച്ചായി. ധൂർത്ത് പരിധി വിട്ടപ്പോൾ ബിർജുവിന്റെ കണ്ണ് അമ്മയ്ക്കാകെയുള്ള കിടപ്പാടത്തിലേക്കായി. 10 സെന്റും വീടും. അത് കൈക്കലാക്കണം, വിൽക്കണം. പല വഴിയും നോക്കി. ഇനി ഒരറ്റ കൈ പ്രയോഗം തന്നെ വേണം. സ്വന്തം അമ്മയല്ലേ, ഒരു വാടക കൊലയാളിയെ ആവശ്യമുണ്ട്. ഒടുവിൽ പരിചയക്കാരനായ ഇസ്മായിലിനെയാണ് ബിർജു തെരഞ്ഞെടുത്തത്. അവർ ഒത്തുകൂടി കാര്യം പറഞ്ഞു. അമ്മയുടെ കാലശേഷമേ തനിക്ക് ആ സ്വത്ത് കിട്ടുകയുള്ളൂ. കാലശേഷത്തിന് ഇനി കാത്തിരിക്കാൻ വയ്യ. ഇസ്മായിൽ കൊട്ടേഷൻ ഏറ്റെടുത്തു. തുക ഉറപ്പിച്ചു. 2 ലക്ഷം രൂപ. ഇസ്മായിൽ സമ്മതിച്ചു. ഇസ്മായിൽ തന്നെ പ്ലാനും ഒരുക്കി. പക്ഷേ ആ വീട്ടിൽ കടന്നു കയറി അമ്മ ജയവല്ലിയെ കൊല്ലണം. പിന്നെ ആത്മഹത്യയാക്കി മാറ്റാനുള്ള വഴികൾ നോക്കണം. ഒറ്റയ്ക്ക് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞു. മാർച്ച് 6 അന്ന് അവർ ഒരുമിച്ചൊരു പദ്ധതി ഒരുക്കി. രാത്രി ഉറങ്ങുമ്പോൾ സ്വന്തം മകനും കൂലിക്കെടുത്ത കൊലയാളിയും ചേർന്ന് ആ അമ്മയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. പേര് ജയവല്ലി. പ്രായം 73 വയസ്സ്. വിലാസം വെസ്റ്റ് മണാശ്ശേരി, മുക്കം, കോഴിക്കോട്. കുടുംബം: ഭർത്താവ് വാസു നേരത്തെ ആത്മഹത്യ ചെയ്തു. മകൻ ബിർജു PV. ഇനി ലോകമറിയുമ്പോൾ അതൊരു ആത്മഹത്യയാകണം. അതിനായി മൃതദേഹം ഉയർത്തി കഴുത്തിൽ കുടുക്കിട്ടു. പിന്നെ ആ കിടപ്പ് മുറിയിലെ ഫാനിൽ കെട്ടിത്തൂക്കി. കേട്ടവർ പറഞ്ഞു ആത്മഹത്യ തന്നെ. കടം കയറി സ്വത്തുക്കൾ നഷ്ടപ്പെട്ട പഴയ ജന്മി കുടുംബം നാമാവശേഷമായി. ഭർത്താവിന് പിറകെ ഭാര്യയും ജീവനൊടുക്കി. ചിലർ മകനെ പഴിച്ചു. ഇവിടെ ഇനിയും അവശേഷിക്കുന്ന ചോദ്യം ഇതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെത്തിയ കൊലപാതകത്തിന് ഇപ്പോഴും ഉത്തരമായില്ല. ഒരു കൊലപാതകം അന്വേഷിക്കുമ്പോൾ മറ്റൊന്നിന്റെ വെളിപ്പെടുത്തൽ. പക്ഷേ ഇസ്മായിലിന് എന്താണ് സംഭവിച്ചത്? കൊട്ടേഷൻ കൊലപാതകത്തിൽ ബിർജു പക്ഷെ വാക്കുപാലിച്ചില്ല. ചതിയിൽ അയാൾ വഞ്ചന കലർത്തി. ഇസ്മായിലിന് വാഗ്ദാനം ചെയ്ത പണം നൽകാതെ അയാൾ കബളിപ്പിച്ചു. ഇസ്മായിലിന് ബിർജുവിനോട് വൈരാഗ്യമായി. 2017 മെയ് ജൂൺ മാസങ്ങൾ. ഒരു സാമ്പത്തിക ആവശ്യം ഇസ്മായിലിനെ വലച്ച സമയം. അച്ചായൻ പണം തരാനുണ്ടെന്ന് അയാൾ സുഹൃത്തുക്കളോട് പറഞ്ഞത് അപ്പോഴാണ്. അച്ചായനെ അയാൾ പണത്തിനായി വീണ്ടും വിളിച്ചു തുടങ്ങി. അച്ചായൻ മുങ്ങി നടക്കുന്നത് തുടർന്നു.
ഫോൺ എടുക്കാതായി. ഫോണിൽ കിട്ടാതെ വന്നതോടെ ഇസ്മായിൽ ബിർജുവിനെ നേരിൽ കാണാൻ മുക്കത്തേക്കുള്ള യാത്ര പതിവാക്കി. പണത്തിന്റെ കാര്യം അയാൾ പലരോടും പറഞ്ഞു. ബിർജു അപകടം മണത്തു. കൊടുക്കാൻ പണമില്ല. ഇനി ആകെയുള്ളത് അതേ വഴി തന്നെ, തനിക്കറിയാവുന്ന ആ കടുത്ത വഴി, അറ്റ കൈപ്രയോഗം. ബിർജു ഇസ്മായിലിനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അമ്മയെ കൊലപ്പെടുത്തിയതിന്റെ തെളിവ് നശിപ്പിക്കാൻ, പിന്നെ കൊട്ടേഷൻ തുക നൽകാതിരിക്കാൻ ബിർജു ഒറ്റയ്ക്ക് ഇസ്മയിലിനെ കൊലപ്പെടുത്താൻ പദ്ധതിയൊരുക്കി. ഇതിനായി ഇനി ഒരാളെ കൂടി കൂട്ടണ്ട എന്നും ബിർജു തീരുമാനിച്ചു. ജൂൺ 18 ഇസ്മായിലിന് നൽകാനുള്ള പണം തന്നു തീർക്കാം. വീട്ടിലേക്ക് വരാൻ ബിർജു ഇസ്മായിലിനെ ക്ഷണിച്ചു. മുക്കത്തേക്ക് പോകുന്നതിന്റെ തലേന്ന് മറ്റൊരു സാമ്പത്തിക ഇടപാടിനിടെ തന്റെ സുഹൃത്തുക്കളോട് അച്ചായന്റെ അടുത്ത് നിന്ന് പണം വാങ്ങാൻ പോകുന്ന വിവരം ഇസ്മായിൽ പറഞ്ഞിരുന്നു. മുക്കത്തെ വീട്ടിലെത്തിയ ആ ദിവസം 2017 ജൂൺ 18. അവിടെ മദ്യവും ഭക്ഷണവും ഒരുക്കിയിരുന്നു ബിർജു. മുമ്പും അത് പതിവുള്ളതിനാൽ ഇസ്മായിൽ ഒന്ന് നന്നായി മിനുങ്ങി. ബോധം മറയുന്നതിനിടെ കത്തി ആഞ്ഞുപതിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിനു മുൻപ് ഇസ്മായിലിന് തുടരെ വെട്ടേറ്റു. ഇസ്മായിലിന്റെ ശരീരം നിശ്ചലമായി. വലിച്ചിഴച്ച് അവിടുള്ള കുളിമുറിയിൽ കയറ്റി. പിന്നെ ശരീരം കഷണങ്ങളായി മുറിച്ചു. ഇതിനുള്ള ആയുധങ്ങൾ നേരത്തെ തന്നെ കരുതിയിരുന്നു. വെട്ടിമുറിക്കണം, വിവിധ ചാക്കുകളിലാക്കി കെട്ടണം. കഷണങ്ങളാക്കാൻ കത്തി, പൊതിയാൻ ചാക്ക് എന്നിവ വാങ്ങിവെച്ച കടകളിൽ ക്രൈംബ്രാഞ്ച് എത്തി. സാമ്പത്തികമായി പൊളിഞ്ഞു തുടങ്ങിയ കാലത്ത് ഉപജീവനത്തിനായി ബിർജു ഒരു അറബുശാലയിൽ പണിയെടുത്തിരുന്നു. ആ കാലത്തെ കശാപ്പുകാരൻ എന്ന പരിചയമാണ് ബിർജുവിന്റെ കൈമുതൽ. കത്തി വാങ്ങിയത് കട്ടങ്ങാലിയിലെ കടയിൽ നിന്നാണ്. മൃതദേഹ ഭാഗങ്ങൾ പൊതിയാനുള്ള ചാക്കു വാങ്ങിയ കട മുക്കത്തും. കടയുടമകൾ കേസിൽ സാക്ഷികളായി. സർജിക്കൽ ബ്ലേഡ് പോലെ സൂക്ഷ്മമായ ഒന്നാണ് തെർമോക്കോൾ മുറിക്കുന്ന കത്തിയും. അതായിരുന്നു ബിർജു ഉപയോഗിച്ചത്. 2020 ഏപ്രിൽ 16 ക്രൈംബ്രാഞ്ചിലെ 8-അംഗ സംഘമാണ് കേസന്വേഷണം പൂർത്തിയാക്കിയത്. 2 പേരെ ദുഷ്ടബുദ്ധിയോടെ കരുതിക്കുട്ടി കൊല ചെയ്തതിൽ മതിയായ തെളിവുകൾ സഹിതം കുറ്റപത്രം സമർപ്പിച്ചു. ലോക്ക്ഡൌൺ കാലമായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ ബിർജുവിനെ അറസ്റ്റ് ചെയ്ത 90 ദിവസം കഴിഞ്ഞു. മറ്റു നടപടികളും വിചാരണയും അതുകൊണ്ട് തന്നെ നീണ്ടുപോകുന്നു. ഒരു കേസിന്റെ അന്വേഷണത്തിനിടെ തെളിഞ്ഞ ഇരട്ടക്കൊലപാതകം അതിന്റെ ക്ലൈമാക്സിൽ ഒരു സിനിമാ കഥ പോലെ മലയാളികളെ ഞെട്ടിച്ച ഒന്നായി മാറി. സ്വന്തം പെറ്റമ്മയെ കയ്യറപ്പില്ലാതെ കൊന്നയാളിന് ഒരു സാധാരണ പരിചയക്കാരനെ കൊല്ലാൻ എന്ത് പ്രശ്നം? മുഖം കണ്ട് ഒരാളെയും അളക്കരുത്. ബിർജു ഒരു നടുക്കുന്ന പേരാണ്. എന്തും ചെയ്യാൻ മടിയില്ലാതെ സമൂഹത്തിൽ മാന്യനായി നടിച്ച ജോർജ് കുട്ടി എന്ന വ്യാജപ്പേരിൽ പതുങ്ങിയിരിക്കുന്ന ബിർജുമാർ ഇനിയും ഉണ്ടാകും. ജാഗ്രത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.